നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ മുസ്ലിമീങ്ങളാണ്, മുസൽമാനാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യതകൾ, നമ്മുടെ കടമകൾ പൂർത്തീകരിക്കണം. നമ്മുടെ അയൽവാസികളോടുണ്ട് നമുക്ക് കടമകൾ, നമ്മുടെ ബന്ധുമിത്രാദികളോടുണ്ട് നമുക്ക് കടമകൾ, നമ്മുടെ കുടുംബക്കാരോടുണ്ട്, നമ്മുടെ മുസ്ലിം സഹോദരങ്ങളോടുണ്ട്, അമുസ്ലിം സഹോദരങ്ങളോടുണ്ട്, ജീവജാലങ്ങളോടുണ്ട്, സ്വന്തം ഭാര്യയോടുണ്ട്, സ്വന്തം ഭർത്താവിനോടുണ്ട് കടമകൾ. മാതാപിതാക്കളെ, നമ്മൾക്ക് ഒരുപാട് കടമകളുണ്ട് നമ്മുടെ മക്കളോട്. മക്കളെ, നമുക്കൊരുപാട് കടമകളുണ്ട് നമ്മുടെ മാതാപിതാക്കളോട്. ഈ കടമകളൊക്കെ പൂർത്തീകരിക്കുമ്പോഴേ നമ്മൾ വിജയിക്കുകയുള്ളൂ ആഖിറത്തിൽ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരാളോട് പിണങ്ങി നിന്നാൽ മതി, നമ്മുടെ അമൽ അള്ളാഹു സ്വീകരിക്കില്ല. ഒരു മോമിനായ മനുഷ്യനോട് നീ പിണക്കം വെച്ചാൽ പോലും അവനോടുള്ള കടമകൾ പാലിക്കാത്ത നിലയിൽ നീ പോയാൽ നിന്റെ അമൽ അള്ളാഹു സ്വീകരിക്കില്ല. അമലുകളെ ആകാശ ലോകത്തേക്ക് എത്തുമ്പോൾ ഒന്നാൻ ആകാശത്ത് വെച്ച് തടഞ്ഞു വെക്കുമെന്നാണ് അള്ളാഹു പറയും മലക്കുകളോട്, തവഖഫു, നിർക്കട്ടെ, അവിടെ നിർത്ത്, അവിടെ നിർത്ത്, ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ. ഹത്താ യസ്ലഹ ലി അഖീഹിൽ മുസ്ലിമി, അവന്റെ മുസ്ലിമായി ഇന്ന സഹോദരനോട് അവൻ സുൽഹ് ചെയ്തിട്ട് മതി, ബന്ധം പുതുക്കിയിട്ട് മതി, ആ പിണക്കത്തിൽ നിന്ന് ഇണക്കത്തിലേക്ക് വഴുതി മാറിയിട്ട് മതി, നന്നായിട്ട് മതി അവന്റെ അമലിനെ എന്നിലേക്ക് കൊണ്ടുവരലെന്ന് അള്ളാഹു പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ, നമുക്കൊക്കെ വീഴ്ച വന്നില്ലേ? നമുക്കൊക്കെ കടമകളും കടപ്പാടുകളും നമ്മൾ ശ്രദ്ധിക്കാത്തവരല്ലേ? കൂട്ടിയിടിച്ചാൽ പോലും നമ്മൾ സലാം പറയലില്ല. അതെന്താ? പിണക്കം വെച്ച് അങ്ങനെ നടക്കാൻ. ചെറിയ വിഷയങ്ങൾ, നിസ്സാരമായ വിഷയങ്ങളിൽ നമ്മൾ പിണക്കം വെച്ച് നടക്കാൻ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മാതാപിതാക്കളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരുപാട് കടമകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടതുണ്ട്. അതിൽ മർമ്മപ്രധാനമായ 1-2 കടമകൾ, മക്കളോടുള്ള കടമകളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നിർബന്ധമായി നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്നത്, രക്ഷിതാക്കളെ എല്ലാവരും അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടെന്ന ചില കടമകൾ, പലപ്പോഴായി അശ്രദ്ധ പതിപ്പിക്കാറുള്ള 1-2 കാര്യങ്ങൾ. ഒരിക്കൽ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു വാപ്പ ചെല്ലുകയാണ്. നല്ലതുപോലെ ശ്രദ്ധിക്കണേ, ഈ ചരിത്രം നല്ലതുപോലെ ജീവിതത്തിൽ മാറ്റൽ സൃഷ്ടിക്കാൻ നിദാനമായി ചരിത്രം പരിപൂർണമായി ശ്രദ്ധ നിങ്ങൾ പതിപ്പിക്കുന്നതിൽ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു വാപ്പ തന്റെ പ്രിയപ്പെട്ട മകനെയും കൂട്ടിക്കൊണ്ട് ചെന്നിട്ട് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, ഇന്ന ഇബ്നി ഹാദാ യഉഖുനി. അല്ലയോ അമീറുൽ മുഅ്മിനീനെ, എൻ്റെ ഈ മകൻ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഞാൻ പറയുന്നതൊന്നും ഇവൻ അനുസരണ വർത്തിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും ഇവൻ അശ്രദ്ധനാണ്. പല ഉപ്പമാർക്കും മക്കളെ കുറിച്ച് പറയാനുള്ളതെന്ന പരാതി സത്യത്തിൽ ഇത് തന്നെയാണ്. എല്ലാ ഉപ്പമാർക്കും ഉണ്ടാവും. മകൻ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അവനെ കുറിച്ചൊരു പരാതി ഉണ്ടാവും, ഇവൻ അങ്ങോട്ട് ശരിയല്ല എന്ന് പറയും. പക്ഷെ പരസ്യമായി പറയാൻ പാടില്ല എന്നുള്ളതാണ്. അത് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എന്ന് പറഞ്ഞാൽ ടീച്ചറിന്റെ മുന്നിൽ അല്ലെങ്കിൽ അധ്യാപകന്റെ മുന്നിൽ, ഉസ്താദുമാരുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കുട്ടി കേൾക്കത്തക്ക വിധത്തിൽ ഉച്ചത്തിൽ ഇവൻ തീരെ മരമണ്ടനാണ്, ഇവൻ മല്ലനാണ്, ഇവൻ തീരെ കിഴകെട്ടവനാണ്, ബുദ്ധിയില്ലാത്തവനാണ് എന്ന് പരസ്യമായി പറയാൻ പാടില്ല. അത് കുട്ടികളെ ഒന്നുകൂടി നെഗറ്റീവിലേക്ക് നയിക്കുന്നതാണ്. ഇത് പല രക്ഷിതാക്കളും ആ വിഷയത്തിൽ അശ്രദ്ധരാണ്. കുട്ടി കേൾക്കാത്ത വിധത്തിൽ ഉസ്താദുമാരുടെ കാതിൽ പറഞ്ഞിട്ട് ഒന്ന് മന്ത്രിപ്പിക്കുകയോ ദുആ ചെയ്യിപ്പിക്കുകയോ വേണം. ഒരിക്കലും പരസ്യമായി പറയാൻ പാടില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റൊരുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ ശ്രദ്ധിക്കണേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് വാപ്പ തന്റെ പ്രിയപ്പെട്ട മകനുമായി ചെല്ലുകയാണ്. വാപ്പ മകനെ കുറിച്ച് പരാതിപ്പെടുകയാണ്. യാ അമീറൽ മുഅ്മിനീൻ, ഇന്ന ഇബ്നി ഹാദാ യഉഖുനി. അല്ലയോ അമീറുൽ മുഅ്മിനീനെ, എൻ്റെ ഈ മകൻ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്, വല്ലാതെ പ്രയാസപ്പെടുത്തുകയാണ്. എൻ്റെ ഈ മകൻ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, പ്രയാസപ്പെടുത്തുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഉടനെ കുട്ടിയുടെ നേരെ തിരിയുകയാണ്. കുട്ടിയോട് ചോദിക്കുകയാണ്, യാ ഗുലാം,
أما تخاف الله في حقوق الوالدين أما تخاف الله في حقوق الوالدين അല്ലയോ പൊന്നുമോനെ, നീ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന വിഷയത്തിൽ അല്ലാഹുവിനെ പേടിക്കുന്നില്ലയോ? പടച്ച റബ്ബിനെ ഭയക്കുന്നില്ലയോ? ومن حقوق الوالدين كذا وكذا. മാതാപിതാക്കളോടുള്ള കടമകൾ, മക്കൾക്കുള്ള കടമകൾ ഇന്നതൊക്കെയാണ് എന്ന് എണ്ണി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കുട്ടിക്ക് ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. എല്ലാം കർണപുടം സാഹൂതം ശ്രദ്ധ ചെലുത്തി പരിപൂർണമായി കേട്ടിരുന്ന കുട്ടി ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് ചോദിക്കുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീനേ, അമീറുൽ മുഅ്മിനീനേ, ലിൽഇബ്നി അലൽ വാലിദൈനി ഹഖ്ഖുൻ, ലിൽഇബ്നി അലൽ വാലിദൈനി ഹഖ്ഖുൻ. മാതാപിതാക്കൾക്ക് മക്കളോട് വല്ല കടമയുണ്ടോ? നിങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്നത്, ഇതുവരെ എന്നോട് വാദ പറഞ്ഞത് കുട്ടികൾക്ക് മാതാപിതാക്കളോടുള്ള കടമയാണ്. എന്നാൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ മുഅ്മിനീങ്ങളുടെ നേതൃത്വമേ, ഖലീഫയായവരെ, ലിൽഇബ്നി അലൽ വാലിദൈൻ ഹഖ്ഖുൻ, മാതാപിതാക്കൾക്ക് മക്കളോട് കടമയുണ്ടോ? മക്കളോട് ബാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ പറയണേ. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഉടനെ മറുപടി നൽകുകയാണ്, നഅമുണ്ട് മോനെ, സലാസത്തു ഹുഖൂഖ്, 3 ബാധ്യതകൾ ശ്രദ്ധിക്കേണ്ടതാണ്, മർമ്മപ്രധാനമാണ്, ശ്രദ്ധിക്കേണ്ട ഗൗരവമുള്ളതായ 3 കടമകളുണ്ട് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. 3 ബാധ്യതകളുണ്ട്. ശ്രദ്ധിക്കൂല ഇൻഷാ അല്ലാഹ്. ശ്രദ്ധിക്കുന്നുള്ളവരൊന്ന് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ. മതി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ബക്കറ്റ് ഒന്നും കൊണ്ടുവന്നോളി. ഫസ്റ്റ് രാധം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലോട്ടങ്ങ് ഇരിക്കാം. ആ 3 ബാധ്യതകൾ അങ്ങ് തീർക്കാം. ഇൻഷാ അല്ലാഹ്. കൊണ്ടുവന്നോളി, ബക്കറ്റ് വേഗം കൊണ്ടുപോലി. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എല്ലാവരും നല്ലൊരു സദക്ക ഇൻഷാ അല്ലാഹ് വെക്ക്. അല്ലാഹു നമ്മുടെ സദക്കകളെ സ്വീകരിക്കുമാറാവട്ടെ. ഒരു സ്വലാത്ത് ചൊല്ലണേ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, ഈ ഒരുമിച്ചുകൂടൽ കബൂലാക്കണേ അല്ലാ, സർവ്വ ലക്ഷ്യങ്ങളും നീ നിറവേറ്റി തരണേ അല്ലാ. ഞങ്ങൾ ഈ നൽകുന്ന സദഖ കാരണമായി സർവ്വവിധ വിപത്തുകളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളിൽ, ആബിദീങ്ങളിൽ, ഹാഫിളീങ്ങളിൽ നീ ചേർത്തനുഗ്രഹിക്കണേ അല്ലാ. പാരത്രിക ലോകത്ത് മക്കളെ കൊണ്ട് വിജയിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. രോഗികളായി കഴിയുന്ന മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരുണ്ട്, സർവർക്കും നീ പരിപൂർണ ശമനം നൽകണേ അല്ലാ. ശരീരത്തിന് സിഹത്ത് നൽകണേ അല്ലാ. പരീക്ഷ എഴുതിയ മക്കളുണ്ട്, ഉന്നത വിജയം നൽകണേ അല്ലാ. ഉന്നതമായ കലാലയങ്ങളിൽ നിന്ന് ബിരുദം കരഗതമാക്കി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അജയ്യരായ പ്രവർത്തകരാക്കി ഞങ്ങളുടെ മക്കളെ നീ കബൂലാക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. കടങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ. ഉള്ള കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള മാർഗങ്ങൾ നീ തുറസാക്കണേ അല്ലാ. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. കച്ചവടം ചെയ്യുന്നവരുണ്ട്, കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സാലിഹും സാലിഹത്തുമായ മക്കളെ നൽകണേ അല്ലാ. നൽകിയിട്ടുള്ള മക്കളെ കബൂലാക്കണേ അല്ലാ. നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളായി നീ സ്വീകരിക്കണേ അല്ലാ. ബിസ്മില്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. വക്കത്തൊന്ന് ഓടിക്ക് എല്ലായിടത്തും ഇൻഷാ അല്ലാഹ്. എല്ലാവരും നല്ലൊരു സദഖ കൊടുക്കുന്ന അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാ ലക്ഷ്യങ്ങളും അല്ലാഹു നിറവേറ്റി തരട്ടെ. പരിപൂർണമായി ശ്രദ്ധ ഇവിടെ ഉണ്ടായിക്കോട്ടെ. 3 കടമകൾ ഇൻഷാ അല്ലാഹ് അത് പറഞ്ഞു തീർക്കാം.
ഒന്നാമത്തെ കടമ ഇവിടെ ശ്രദ്ധിച്ചോടെ. അൽ ഊലാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അയസ്തൻജിബ ഉമ്മഹു ഐ അല്ലാ യതസവ്വജ ഇംറഅതൻ ദനീആ. മാതാപിതാക്കളെ, രക്ഷിതാക്കളെ, ശ്രദ്ധിക്കണേ. മക്കളോടുള്ള നമ്മുടെ കടമകളാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പഠിപ്പിക്കുകയാണ്, കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അയ്യസ്തൻജിബ ഉമ്മഹു, കുട്ടിയുടെ പിതാവ് ശ്രദ്ധിക്കേണ്ട കടമയാണ്. കുട്ടിയുടെ മാതാവ് സാലിഹത്താകൽ നിർബന്ധമാ. അഥവാ നീ വിവാഹം ചെയ്യുന്ന പെണ്ണിനെ തിരഞ്ഞെടുക്കണേ. എങ്ങനെ തിരഞ്ഞെടുക്കുക? ദീൻ വെച്ചുകൊണ്ട് തിരഞ്ഞെടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, 4 കാര്യങ്ങൾക്ക് വേണ്ടി സ്ത്രീകളെ വിവാഹം ചെയ്യപ്പെടാറുണ്ട്. ഹദീസാണതൊക്കെ. എല്ലാ ആയത്തും ഹദീസ് ഓതി തന്നെ പറയാണ്, വേറൊന്നുമില്ല. നമ്മുടെ ഇതിന് വിഷയത്തിൽ വേറൊന്നുമില്ല. നല്ലതുപോലെ ശ്രദ്ധിച്ചോ. قال رسول الله صلى الله عليه وسلم تنكح المرأة لأربع خصال لمالها ولجمالها ولحسبها ولدينها. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, 4 കാര്യങ്ങൾക്ക് വേണ്ടി പൊതുവെ സ്ത്രീകളെ വിവാഹം ചെയ്യപ്പെടാറുണ്ട്. ലിമാലിഹ, അവരുടെ സമ്പത്ത് കണ്ടുകൊണ്ട് വിവാഹം ചെയ്യപ്പെടാറുണ്ട്. വലി ജമാലിഹ, അവരുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് വിവാഹം ചെയ്യപ്പെടാറുണ്ട്. വലി ഹസബിഹ, അവരുടെ കുടുംബ മഹിമയും തറവാട്ട് മഹിമയും കേട്ടുകൊണ്ട് വിവാഹം ചെയ്യപ്പെടാറുണ്ട്. വലിദീനിഹാ, അവളുടെ ദീൻ കണ്ടുകൊണ്ട് മതബോധമുള്ളവളാണ്, മതനിഷ്ഠയുള്ളവളാണ് എന്ന് നോക്കി വിവാഹം ചെയ്യപ്പെടാറുണ്ട്. ഫളഫർ ബിദാത്തി ദീൻ, ഈ 4ാമത് പറഞ്ഞ ദീനുള്ള പെണ്ണിനെ വിവാഹം ചെയ്യലുകൊണ്ട് നീ വിജയിക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദീനി ബോധമുള്ള പെണ്ണിനെ വിവാഹം ചെയ്യുക അല്ലേ. ബാക്കിയുള്ള 3 നീ അവോയ്ഡ് ചെയ്യുക. നോക്കണ്ടെന്നല്ല, മറിച്ചെന്താ, അത് മാത്രം ആസ്വദിക്കാൻ പാടില്ല. ലി മാലിഹ, സമ്പത്ത് കണ്ടിട്ട്. ജമാലിഹ, അവളുടെ സൗന്ദര്യം കണ്ട്. വലി ഹസബിഹ, തറവാട്ട് മഹിമ കണ്ട്. 4 പ്രസവിച്ചതാണ് തള്ളാര്, എന്നാലും കുഴപ്പമില്ല, കാശ് കിട്ടുമോ, ഫുലൂസ് കിട്ടുമോ, യാ അല്ലാഹ് വിവാഹം ചെയ്തോളാം, അങ്ങനെ പറയുന്ന ചെറുപ്പക്കാരി ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. ശരിയല്ല. 55 വയസ്സുള്ളാണെങ്കിൽ കുഴപ്പമില്ല, 10 മക്കളായാലും കുഴപ്പമില്ല, എന്ത് മതി, ഫുലൂസ് കിട്ടിയാൽ മതി. യാ അല്ലാഹ് ഫുലൂസ്. അതെ, ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ പെണ്ണിന് മുമ്പ് ഒരു അഫെയർ ഉണ്ടായിരുന്നു, അതിലൊരു ബന്ധം ഉണ്ടായിരുന്നു, അതിലൊരു കുട്ടിയുണ്ട്, കുഴപ്പമൊന്നുമില്ല, നമ്മൾ റാഹത്ത്, നമുക്ക് കുഴപ്പമൊന്നുമില്ല. കാശ് ഇച്ചിരി കൂടെ കൂടുതൽ കിട്ടണം, നമ്മൾ ഓക്കെ. അഊദു ബില്ലാഹി, അല്ലാഹു ആക്കട്ടെ. അങ്ങനെയൊക്കെ ഇന്ന് സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഒരു വിഷയമല്ല. എന്തൊക്കെ വൈകല്യങ്ങളുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, അതെല്ലാം അവർ ഒഴിവാക്കും. ഒക്കെ അവന് വിഷയമുള്ള കേസമല്ല, അതൊന്നൊരു അവൻ നെവർ മൈൻഡാണ്. പൈസ കിട്ടിയാൽ മതി. അങ്ങനത്തെ ഒരവസ്ഥ ഇതൊക്കെ സമൂഹത്തിൽ നടക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, വലി ദീനിഹ, ദീനുള്ള പെണ്ണിനെ കൊണ്ട് നിങ്ങൾ വിജയിച്ചോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദരങ്ങളോട്, ഇന്ന് ആരാണ് സഹോദരങ്ങളെ പെണ്ണ് കാണുന്ന സമയത്ത് പെണ്ണിന്റെ മതവിദ്യാഭ്യാസം തിരക്കുന്നവർ? ഇന്ന് വളരെ കുറവാണത്. സത്യത്തിൽ അത് അന്വേഷിക്കലില്ല. വെറുതെ ചോദിക്കും, മദ്രസയിലൊക്കെ പോയിട്ടുണ്ടോ എന്ന് ചിലപ്പോൾ ഇങ്ങനെ ചോദിച്ചെങ്കിലിരിക്കും. ഭൗതികമാണ് നമ്മൾ ഏറ്റവും വലിയ സംഭവമായി കാണുന്നത്. പെണ്ണ് ബികോം കാരിയാണ്, എംകോം കാരിയാണ്, പെണ്ണ് MBBS ആണ്, ഹലാസ് റാഹത്ത്. മദ്രസയിൽ പോയിട്ടുണ്ടോ ഒന്നും അന്വേഷിക്കലില്ല. പണ്ടങ്ങനെയല്ല. മദ്രസയിൽ എത്ര വരെ പഠിച്ചു, അത് പെണ്ണ് കാണൽ ചടങ്ങിനിടയിൽ തന്നെ ചോദിക്കുന്ന ഒരു ചോദിക്കുമായിരുന്നു. കാരണം ആ വിദ്യാഭ്യാസം ഒരു ധാർമ്മികമാണ് എന്ന് മനസ്സിലാക്കിയിരുന്ന ഒരു ചുറ്റുപാടായിരുന്നു മുൻഗാമികളുണ്ടായിരുന്നത്. എന്നത് എടുത്തുപോയി. ന്യൂ ജനറേഷനാണ് കേട്ടോ, ഇപ്പോഴത്തെ ജനറേഷന്റെ അവസ്ഥയാണ് പറയുന്നത്. ഇന്ന് അതൊന്നും ചോദിക്കലില്ല. ഇന്ന് ഭൗതികം മാത്രം. എത്ര പഠിപ്പുണ്ട്, ഭൗതികം എത്രയുണ്ട്, എത്ര ബിരുദക്കൂമ്പാരമുണ്ട്, അത് മാത്രം നമ്മൾ നോക്കാൻ. അത് പാടില്ല. അത് മാത്രമല്ല നോക്കേണ്ടത്, ദീൻ നോക്കണം. അവളിലുള്ള മതബോധം,
മതനിഷ്ഠയുണ്ടോ നമ്മൾ അന്വേഷിക്കണം. ഇനി കഴിഞ്ഞ വെള്ളിയാഴ്ച എനിക്ക് പ്രസംഗം ഉണ്ടായിരുന്നത് കൊല്ലം ജില്ലയിലെ കണ്ടച്ചിറ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെ മഹല്ലിന്റെ പ്രസിഡന്റ് ഒരു ഉസ്താദാണ്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകള് ആലിമത്തായി ഹാഫിളത്തായി എന്നുള്ള സന്തോഷ വാർത്ത അദ്ദേഹം അറിയിച്ചു. ആ നാട്ടുകാർക്ക് അതൊരു വലിയ കൗതുകമാണ്, അവിടെ ഉള്ളവർക്ക് വലിയൊരു കൗതുകമാണ്. പെണ്ണാണത്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പൊന്നുമകള് ഹാഫിളത്തായതിന്റെ സന്തോഷം സുബ്ഹാനല്ലാഹ് ഒന്ന് ചിന്തിച്ചു നോക്ക്. പുരുഷന്മാര് മാത്രമല്ല, ഇപ്പൊ ധാരാളം സ്ത്രീകളും മതവിദ്യാഭ്യാസം തേടുകയാണ്. ഒരുപാട് ആളുകൾ, എത്രയോ കലാലയങ്ങൾ ഇന്ന് ഈ കൊച്ചു കേരളത്തിലുണ്ട്, നമ്മുടെ നാട്ടിൻപുറത്തുണ്ട്. എന്തേ നമ്മുടെ മക്കളെ നമ്മൾ അത്തരത്തിലൊന്ന് തിരിച്ചു വിട്ടുകൂടെ? ആത്മീയവും ഭൗതികവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള എത്രയോ കലാലയങ്ങളുണ്ട്. വിദ്യാർത്ഥിനികൾക്ക്, സ്ത്രീകൾക്ക് വേണ്ടുന്ന എത്രയോ കലാലയങ്ങളുണ്ട്. നമ്മുടെ മക്കളെ ഒന്ന് പറഞ്ഞു വിട്ടുകൂടെ? അവർ മോശമായ ശൈലിയിൽ അകപ്പെടാതിരിക്കാൻ, അവർ പിഴയ്ക്കാതിരിക്കാൻ, ഏതെങ്കിലും ഒരു അഫെയർ ഉണ്ടാകുമ്പോൾ, ഒരു കണക്ഷൻ ഉണ്ടാകുമ്പോൾ അതിൽ പെട്ട് പിന്നെ മക്കളെ പിന്തിരിപ്പിക്കുന്നതിന് പകരം ഒരു ഓത്ത്, അങ്ങനെ ആകാൻ പാടില്ല. അങ്ങനെയാണ് ഇന്ന് സമൂഹത്തിൽ പല സ്ഥലങ്ങളിൽ നടക്കുന്നത്. അവൾ ഇവിടെ എവിടെയെങ്കിലൊക്കെ നടന്ന് ചുറ്റി തിരിഞ്ഞ് നടന്ന് ഏതെങ്കിലും ഒരുത്തിനുമായിട്ട് ബന്ധമായി, കണക്ഷനായി, അത് പ്രശ്നമായി സമൂഹത്തിൽ 14 ആൾ അറിയുമെന്ന് കാണുമ്പോൾ പതുക്കെ പിടിച്ചിട്ട് കൊണ്ടുവന്ന് ഓതാക്കുക. യാ അല്ലാഹ്, ഏതെങ്കിലും ഒരു ബനാത്തിലോട്ട് വിടുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കൊണ്ടാക്കുക. അങ്ങനെ ആകാൻ പാടില്ല. അല്ലാതെ തന്നെ കുട്ടികളിലേക്ക് ആത്മീയത കൊടുക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് ഞാൻ സാന്ദർഭമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വേനലവധി സമയമാണ്, സ്കൂൾ അവധി സമയമാണ്. എത്രയോ സ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ മക്കളെ വെക്കേഷനെങ്കിലും കൊണ്ടുപോയി ചേർത്തൂടെ? വേണ്ട, മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ആ മദ്രസയിലെങ്കിലും കൃത്യമായി പോകുന്നുണ്ടോ എന്ന് വാപ്പമാർ അന്വേഷിക്കുന്നുണ്ടോ, ഉമ്മമാർ അന്വേഷിക്കുന്നുണ്ടോ? ഈ അവധി സമയങ്ങളിൽ പോലും നമ്മൾ ടൂർ പ്രോഗ്രാമുകൾ ബുക്ക് ചെയ്യാൻ കറക്റ്റായിട്ട് മദ്രസയിൽ നമ്മുടെ മക്കളെ വിടുന്നില്ല. മദ്രസ കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളുടെ അവസ്ഥയോ നഊദു ബില്ലാഹ്, അല്ലാഹു ആക്കട്ടെ, വെറുതെ ചുറ്റിത്തിരിഞ്ഞിങ്ങനെ നടക്കുക. ആൺപിള്ളേർ അങ്ങനെ പോകുന്നു, പെൺകുട്ടികൾ വേറെ രീതിക്ക് വീട്ടിൽ നിന്ന് വേറെ സിനിമയും സീരിയലുമായിട്ടിരിക്കുന്നു. എന്തുകൊണ്ട് നമുക്കിതിനൊരു മാറ്റം കണ്ടുകൂടാ? നമ്മളിത് ശ്രദ്ധിക്കേണ്ട വിഷയമല്ലേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ലതുപോലെ ശ്രദ്ധിക്കുക. അപ്പോ ഒന്നാമത്തെ കടമ അയ്യസ്തൻജിബ ഉമ്മഹു, കുട്ടിയുടെ മാതാവ് സാലിഹത്തായിരിക്കണം. അത് നിർബന്ധമാണ്. ഉമ്മയെ തിരഞ്ഞെടുക്കണം. പെണ്ണ് മതബോധമുള്ളവളാണോ അന്വേഷിക്കണം. ഇന്ന് കോളേജുകളിൽ, ക്യാമ്പസുകളിൽ പ്രണയം പൂത്തുലയാൻ പഠിക്കാൻ പോകുന്നത് തന്നെ ക്ലാസ്സിലുള്ളതാകുന്ന ഒരു കൂട്ടുകാരിയെ, മിക്സഡ് ക്ലാസ് ആണെങ്കിൽ പറയുക വേണ്ട, കൂടെ പഠിക്കുന്നവർ ആരെങ്കിലും കൂട്ടുകാരികളെ പ്രേമിക്കുക എന്ന ലക്ഷ്യത്തിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ. ഇനി അതല്ല, ഗേൾസ് സ്കൂളിലാണ് പഠിക്കുന്നത് എങ്കിൽ ബോയ്സിലതാകുന്ന കുട്ടികളോടുള്ള ഒരു താല്പര്യം, അവരെ ഒന്ന് കാണുക, 10 മിനിറ്റ് ബസ് സ്റ്റാൻഡിൽ നിൽക്കുക. നേരത്തെ വീട്ടിൽ വരൂല, 4:30 എത്തേണ്ട കുട്ടി 5:30 6 മണിക്ക് വീട്ടിലെത്തുള്ളൂ. അതുവരെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നിൽക്കുക. അവളുടെ മനസ്സിലും ഒരു പ്രണയം പോവിട്ട് പോയാൽ, പ്രണയത്തോടൊരു താല്പര്യം, എങ്ങനെയെങ്കിലും ആരെങ്കിലും ഒന്ന് പ്രണയിക്കണം. അതിനുവേണ്ടി സഹോദരിമാർ തയ്യാറാകുന്ന കാലഘട്ടം അല്ലേ? വിവാഹത്തിന് മുമ്പ് തന്നെ ഉള്ളതാകുന്ന ഫോൺ വിളികൾ ഇന്ന് സമൂഹത്തിൽ അധികരിക്കാൻ എത്രയോ സംഭവങ്ങൾ. വിവാഹ നിശ്ചയത്തിന്റെ സമയത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ കൈമാറ്റം ചെയ്യുക. ചെറുക്കൻ ഇതാ കൊണ്ടുവന്ന പെണ്ണിന് ഫോൺ കൊടുക്കുക. ഒരു സാംസങ്ങിന്റെ ഫോൺ ഇരിക്കട്ടെ, ഒരു ഐഫോൺ ഇരിക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് IMO-യിലൂടെ ചാറ്റിംഗ് ചെയ്യാം, കണ്ടുകൊണ്ട് സംസാരിക്കാം. ഇന്ന് സമൂഹത്തിൽ നടക്കുന്നതാകുന്ന അസംബന്ധമല്ലേ ഇത്? ആരാണ് സഹോദരങ്ങളെ ഇതിനെതിരെ ശ്രദ്ധിക്കുന്നത്? ഇതൊക്കെ തെറ്റാണ് എന്നുള്ളത് ബോധമുള്ള ഹാജിയാരാണ്, ഹാജിയാരുടെ മകളാണ് ഈ ചെയ്യുന്നത്. പക്ഷെ ഹാജിയാർ എതിർക്കുന്നില്ല. അതൊക്കെ പരിപൂർണമായി അങ്ങ് അനുവദിക്കുക. ഇതൊക്കെ തെറ്റാണ് എന്ന് ബോധമുള്ള നല്ല ഹജ്ജുമ്മയാണ് ചെറുക്കൻ്റെ ഉമ്മ. ഒക്കെ അറിയുന്നുണ്ട്. പക്ഷെ ഉമ്മ തന്നെയാണ് ആദ്യം ഫോൺ എടുത്തിട്ട് ഇതാ മോൻ്റെ കൊടുക്കുക, ഇനി മോള് സംസാരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സംസാരത്തിന് തുടക്കമിട്ട് കൊടുക്കുന്നത് ഈ ഉമ്മ തന്നെയാണ്. നിക്കാഹ് നടന്നിട്ടില്ല, അതിന് മുമ്പുള്ള ഫോൺ വിളികളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ ആ ഫോൺ വിളി ഹലാലാക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ, മലബാർ ദേശത്താണ് അത് കൂടുതൽ, നേരത്തെ തന്നെ നിക്കാഹ് നടത്താറുണ്ട്. അത് നല്ലൊരു പരിപാടിയാണ്. അല്ലാഹു അത് നിലനിർത്തി തരുമാറാവട്ടെ. അപ്പോൾ പിന്നെ അവർക്കിടയിലുള്ള ഫോൺ വിളി ഭാഷണങ്ങൾ, കണ്ടുകൊണ്ടുള്ള സംസാരങ്ങൾ ഇടയ്ക്കിടെ നേരിട്ട് കാണാം. എല്ലാ നിലയ്ക്കും അവർക്ക് അനുവദിക്കപ്പെടുകയാണ്, ഇസ്ലാം അനുവദിക്കപ്പെടുകയാണ്. അതിനു മുമ്പുള്ളതാകുന്ന ഫോൺ വിളികൾ, ചാറ്റിങ്ങുകളൊക്കെ ഇന്ന് സമൂഹത്തിൽ നവമാധ്യമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ സമയത്ത് അത് കൂടി വന്നു എന്നുള്ളതാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. സത്യത്തിൽ അത് വ്യഭിചാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ശാരീരികമാകുന്ന ബന്ധപ്പെടൽ മാത്രമല്ല, അന്യ പെണ്ണിനെ നിന്റെ കണ്ണുകൊണ്ടുള്ള ദർശനം കണ്ണിന്റെ വ്യഭിചാരമാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അന്യ പെണ്ണുമായിട്ട് നിന്റെ നാവിന്റെ ഭാഷണം നിന്റെ നാവിന്റെ വ്യഭിചാരമാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി. അന്യ പെണ്ണുമായിട്ടുള്ള ഭാഷണങ്ങൾ കേട്ടുകൊണ്ട് ഈ രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കൽ, നിന്റെ കാത് ശ്രവണപുടം കൊടുക്കൽ നിന്റെ കാതിന്റെ വിചാരമാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അന്യ പെണ്ണിലേക്കുള്ള നിന്റെ കരസ്പർശം കയ്യുടെ വിചാരമാണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അന്യ പെണ്ണിനെ നീ ചുംബിച്ചാൽ ചുണ്ടിന്റെ വിചാരമാണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ യാതൊരു വിഷയവുമല്ലാത്ത രീതിയിൽ ഇന്ന് അങ്ങ് കൂടി വരികയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫൽഐനാനി തസ്നിയാൻ ഫസിനാഹുമാ അന്നളുറൂ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. രണ്ട് കണ്ണുകൾ വിചരിക്കുന്നുണ്ട് സാബ, കണ്ണുകൾക്ക് വിചാരമുണ്ട് സാബ. ഫസിനാഹുമാ അന്നളുറൂ, രണ്ട് കണ്ണുകളുടെ വിചാരം ഹറാമായ നോട്ടമാണ്. അന്യ പെണ്ണിലേക്കുള്ള നിന്റെ നോട്ടം ചെറുപ്പക്കാരാ ഹറാമാണ്. ഇന്ന് ക്യാമ്പസുകളിലേക്ക് പഠിക്കാൻ പോകുന്ന ചെറുപ്പക്കാരുടെ മനസ്സിലെ ലക്ഷ്യം തന്നെ പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങൾ കാണുമെന്ന ലക്ഷ്യമല്ലയോ? പഠിക്കണമെന്നുള്ള ചിന്ത തന്നെ ഇല്ലാത്ത അവസ്ഥയല്ലയോ? നഊദു ബില്ലാഹ്. തന്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരികളൊന്ന് കാണണം, കേവലം ക്ലാസ് കട്ട് ചെയ്തിട്ട് ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിലിരുന്നോ പാർക്കിലിരുന്നോ വൈകുന്നേരം വരെ അവളുമായി സംസാരിക്കണമെന്ന് നിയ്യത്ത് വെക്കുന്നവരെ വ്യഭിചാരമാണ് ചെയ്യുന്നത് എന്നുള്ള വസ്തുത അറിയണേ. ഫൽഐനാനി തസ്നിയാൻ ഫസിനാഹുമാ അന്നളുറൂ. രണ്ട് കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട് സാബ. കണ്ണിന്റെ വ്യഭിചാരം അത് ഹറാമായ കാഴ്ചയാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. സിനിമ കാണൽ മാത്രമല്ല, സീരിയൽ ദർശിക്കൽ മാത്രമല്ല, അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ദർശനം പോലും ഹറാമാണ്, വ്യഭിചാരമാ. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതല്ലേ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നൂറിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്, വഖുല്ലിൽ മുഅ്മിനീൻ യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. നബിയേ മുസ്ലിം സഹോദരങ്ങളോട് തങ്ങളൊന്ന് പറയണേ, യഗ്ളൂ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകളെ ഹറാമ കാണുന്നതിനെ തൊട്ട് ചിമ്മണേ. അഥവാ ഹറാമ കണ്ടുപോയാൽ കണ്ണുന്നടയ്ക്കണേ. അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ദർശനം ഇസ്ലാം പാടെ വിലക്കുകയാണ്. പുരുഷന്മാരോട് പറയാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ഉത്ബോധനം നടത്തുകയാണ്. നബിയേ തങ്ങളൊന്ന് പറയണേ, തങ്ങളൊന്ന് ഉത്ബോധനം നടത്തണേ. യഗ്ളൂ മിൻ അബ്സാരിഹിം, പുരുഷന്മാര് അവരുടെ കണ്ണുകളെ ഹറാമിനെ തൊട്ട് അടയ്ക്കണേ, കണ്ണൊന്ന് ചിമ്മണേ. വയഹ്ഫളൂ ഫുറൂജഹും, അവരുടെ ജനനേന്ദ്രിയമാകുന്ന ലൈംഗിക അവയവത്തെ ഹറാമിനെ തൊട്ട് സൂക്ഷിക്കണേ. ഏതൊരു ഖുർആനിക സൂക്തത്തിലൂടെയാണോ പുരുഷന്മാരോട് വിളംബരം നടത്തിയത്, അതേ സൂക്തത്തിലൂടെ തന്നെ സ്ത്രീകളോടായി അല്ലാഹു പറയുകയാണ്, വഖുല്ലിൽ മുഅ്മിനാത് യഗ്ളുളന മിൻ അബ്സാരിഹിൻ വയഹ്ഫളന ഫുറൂജഹുൻ. നബിയേ മുസ്ലിം അംഗമാരോട് ഉമ്മമാരോട് പറയണേ, ഹറാമിനെ തൊട്ട് കണ്ണ് ചിമ്മണേ. അന്യപുരുഷന്മാരിലേക്കുള്ള ദർശനം അരുതേ, പാടില്ല. വയഹ്ഫളന ഫുറൂജഹുൻ, അവരുടെ ജനനേന്ദ്രിയത്തെ അവർ സൂക്ഷിക്കുകയും ചെയ്യണേ. പരിശുദ്ധ ഖുർആനിലൂടെ ഖാലല്ലാഹു അസ്സ വജൽ
സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലഹു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്ത്രീകളോടും പറഞ്ഞു, പുരുഷന്മാരോടും പറഞ്ഞു, കണ്ണൊന്ന് സൂക്ഷിക്കണേ. എന്തുകൊണ്ട്? ഈ കണ്ണുകൊണ്ടുള്ള ഹറാമായ കാഴ്ച, അന്യ പെണ്ണിനെ കാണൽ, അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. ഞങ്ങൾ ശാരീരികമായി ബന്ധപ്പെടൽ നടത്തിയിട്ടില്ലല്ലോ മുസ്ലിയാരെ. വേണ്ട, ആ ബന്ധപ്പെടൽ മാത്രമാണ് വ്യഭിചാരമെന്ന് നീ മനസ്സിലാക്കല്ലേ. ഹറാമായ കാഴ്ച അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. ഓരോ അവയവങ്ങൾ കൊണ്ട് വ്യഭിചാരം. നാവിന് വ്യഭിചാരമുണ്ട് സാബാ, നാവ് വിചരിക്കുന്നുണ്ട് സാബാ. ഫസിനാഹു അൽ കലാം, ഹറാമായ മധുരിതമാകുന്ന ഭാഷണം നടത്തുന്നതായ സഹോദരിമാരില്ലയോ, സഹോദരങ്ങളില്ലയോ? അതേ, ഭർത്താക്കന്മാര് ഗൾഫിലായിരിക്കും. ആ ഭർത്താക്കന്മാരുടെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ നമ്പർ ഒപ്പിച്ചുകൊണ്ട് പാതിരാത്രി സമയങ്ങളിൽ അവരെ വിളിക്കുന്നതായ ചെറുപ്പക്കാരില്ലയോ, സഹോദരങ്ങളില്ലയോ? എത്രയോ മോശപ്പെട്ടതാകുന്ന ഓഡിയോ കോളുകളാണ് ഇന്റർനെറ്റിലുള്ളത്. മലബാർ ദേശത്തുള്ള മുസ്ലിം താത്തമാരുടെ, മുസ്ലിം അംഗമാരുടെ മോശപ്പെട്ട കോളുകളില്ലയോ? ഭർത്താവ് ഗൾഫിലാണ്, എനിക്കൊന്ന് സുഖിപ്പിക്കണേ എന്ന് പറയുന്ന പെങ്ങളെ, ഹറാമാണ്, ഹറാമാണ്. മോശപ്പെട്ട മധുരിതമാകുന്ന ഭാഷണം നടത്തുന്ന പെങ്ങളെ, പെങ്ങളെ, നിന്റെ നാവിന് വ്യഭിചാരമുണ്ട്, വ്യഭിചാരമുണ്ട്. നാവിന്റെ വ്യഭിചാരമാണ് അൽ കലാം. മധുരിതമാകുന്ന ഭാഷണം നടത്തി കാമുകന്മാരെ സുഖിപ്പിക്കുന്നതായ മുസ്ലിം സഹോദരിമാരില്ലയോ? കാമുകന്മാരെ, മുസ്ലിം സഹോദരിമാരെ സുഖിപ്പിക്കുന്ന നിന്റെ നാവില്ലയോ, നാവില്ലയോ? വ്യഭിചാരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അറിഞ്ഞു കൊള്ളണേ ഹബീബായ റസൂലുള്ളാഹി. വല്ലുദനാനി തസ്നിയാൻ, വല്ലുദനാനി തസ്നിയാൻ. രണ്ട് കാതുകൾ വിചരിക്കുന്നുണ്ട് സാബാ, കാതുകൾക്ക് വിചാരമുണ്ട് സാബാ. ഫസിനാഹുമാ അസ്സമഉ, പാതിരാത്രി സമയത്തിന് ഇശയുടെ നിശീതതയിൽ കൂരിരട്ടിനെ വകഞ്ഞു മാറ്റി തന്റെ പ്രിയപ്പെട്ട കാമുകനുമായി ഭാഷണം നടത്തുന്ന പെങ്ങളെ, കാമുകയുമായി സംസാരിക്കുന്ന ചെറുപ്പക്കാരാ, ആ ഭാഷണങ്ങൾ കേട്ടുകൊണ്ട് കൊടുക്കുന്ന നിന്റെ കാതില്ലയോ, കാതില്ലയോ? ആ ഭാഷണങ്ങൾ കേട്ടുകൊണ്ട് ഫോണിതാ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് നേരം വിളിക്കുന്നവരെ, കാമുകന്റെ ഭാഷണങ്ങൾ കേട്ടുകൊണ്ട് കിളിപ്പെടുത്തുന്ന സംസാരങ്ങൾക്ക് മൂളിക്കൊടുക്കുന്ന പെങ്ങളെ, കാതിന്റെ വിചാരമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. എത്രയോ സഹോദരിമാരുണ്ട്, വീട്ടിലുള്ള വാപ്പ അറിയുന്നില്ല, ഉമ്മ അറിയുന്നില്ല. +2 പഠിക്കുന്ന മകളാണ്, BA പഠിക്കുന്ന പൊന്നുമോളാണ്, അവൾ പഠിക്കാൻ വേണ്ടി റൂമിൽ കയറിയതാണ് എന്ന് വിളംബരം നടത്തുന്നവരെ, അവൾ പാതിരാത്രി സമയത്ത് ആരും അറിയാതെ ഒരു പുതപ്പിൻ കീഴിൽ ഇന്റർനെറ്റ് ഓൺ ചെയ്തുകൊണ്ട് IMIയിലൂടെ ചാറ്റിംഗ് ആണ്, ചാറ്റിംഗ് ആണ്. തന്റെ പ്രിയപ്പെട്ട കാമുകനുമായി കണ്ട് സംസാരിക്കുകയാണ്. അവന്റെ ഭാഷണങ്ങൾ കേട്ടുകൊണ്ട് നേരം വെളുക്കുന്നത് വരെ സന്തോഷിച്ചുകൊണ്ട് കിടക്കുന്ന മകളാണ്. ഹറാമാണ് പൊന്നുമോളെ, തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. രണ്ട് ചുണ്ടുകൾക്ക് വ്യഭിചാരമുണ്ട് സാബാ, ചുണ്ടുകൾക്ക് വിചാരമുണ്ട് സാബാ. കാസർഗോഡ് ജില്ലയിൽ അടുക്കയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമത്തെ, മുസ്ലിമേ പഠിക്കണേ, ചുണ്ടുകൾക്ക് വിചാരമുണ്ട് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഫസിനാഹുമാ അൽ ഖുബലു, രണ്ട് ചുണ്ടുകളുടെ വിചാരം അത് ചുംബനമാണ്, ചുംബനമാ. വാലന്റൈൻസ് ദിനത്തിൽ പൂക്കൾ കൈമാറിയിട്ട് കാമുകനെ ചുംബിച്ച പെങ്ങളെ, കാമുകിയെ ചുംബിച്ച ചെറുപ്പക്കാരാ, നീ മനസ്സിലാക്കണേ, ചുണ്ടിന്റെ വിചാരമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വാപ്പയും ഉമ്മയും അതിനു വേണ്ടി പോകുമ്പോ എനിക്കൊരുപാട് പഠിക്കാനുണ്ട്, എനിക്ക് ചില കാര്യങ്ങൾ നോക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുന്ന സഹോദരിമാർ
ഭാര്യമാരില്ലയോ, കാമുകന്മാരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പാതിരാത്രി സമയത്ത് ചുംബനം ഏറ്റുവാങ്ങുന്ന പെങ്ങളെ, മടിയില്ലാതെ ഒളിപ്പില്ലാതെ വീടിന്റെ പിന്നാമ്പുറത്തെ കഥകൾ തുറന്നിട്ടിട്ട് 4 മക്കളുള്ള 40 വയസ്സുള്ള മുസ്ലിം സഹോദരി ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് കാമുകന്റെ ചുടുചുംബനങ്ങൾ ഏറ്റുവാങ്ങുന്ന പെങ്ങളെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. ഞാൻ ശാരീരികമായി ബന്ധപ്പെട്ടില്ലല്ലോ മുസ്ലിയാരെ എന്ന് നിങ്ങൾ പറയരുതേ, പറയരുതേ. സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് റസൂലുള്ളാഹി പറഞ്ഞ വാക്കെടുത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ശാരീരികമാകുന്ന ബന്ധപ്പെടൽ മാത്രമല്ല വ്യഭിചാരം. വശഫതാനി തസ്നിയാൻ, 2 ചുണ്ടുകൾക്ക് വ്യഭിചാരമുണ്ട് സാബ. ഫസിനാഹുമാ അൽഖുബലൂ, ചുണ്ടിന്റെ വ്യഭിചാരം ചുംബനമാണ്, ചുംബനമാണ്. ഇന്ന് ബസ്സിൽ നടക്കുന്നില്ലേ, മനുഷ്യന് പൊതുവായി ഉപയോഗിക്കുന്ന KSRTC ബസ്സുകൾ നടക്കുന്നില്ലേ, ട്രെയിനിൽ യാത്ര ചെയ്യുന്ന മുസ്ലിമില്ലയോ ഇന്ന് കാണുന്നില്ലേ, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നില്ലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലയോ, ലോകത്തിന്റെ നായകൻ ഉണർത്തിയില്ലയോ, ലാ തഖൂമുസ്സാഅ ഹത്താ തുജദൽ മർഅതു ജഹാറൻ നഹാറാ തുൻകഹു വസ്ത തരീഖ് ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു. അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷം മുമ്പ് മദീനയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞ കാര്യം ഇന്ന് പുലർന്നില്ലേ, പുലർന്നില്ലേ? ഈ ലോകം അവസാനിക്കുകയില്ല സാബ, ഈ ലോകം അവസാനിക്കുകയില്ല സാബ. ഹത്താ തുജദൽ മർഅതു ജഹാറൻ നഹാറാ തുൻകഹു വസ്ത തരീഖ്, പരസ്യമായി നട്ടുച്ച സമയത്ത് പട്ടാപ്പകലില് ജനങ്ങൾ കാണുന്ന നിലയിൽ വ്യഭിചരിക്കുന്നത് കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇന്ന് കാണുന്നില്ലേ, പൊതുജനം കാണുകയല്ലേ, അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ, ട്രെയിനുകളിൽ, ബസ്സുകളിൽ, കാറുകളിൽ. ഏത് സ്ഥലത്താണ് കാണാത്തത്? ഏത് മാളിലാണ് കാണാത്തത്? ഏത് പാർക്കിലാണ് കാണാത്തത്? ഏത് ബീച്ച് റോഡുകളിലാണ് കാണാത്തത്? ഏത് നിരത്തുകളിലാണ് കാണാത്തത്? എല്ലാ സ്ഥലങ്ങളിലും വ്യഭിചാരമാണ്, ചുംബനമാണ്. അന്യ സ്ത്രീ പുരുഷന്മാര് കമിതാക്കൾ ഒരുമിച്ചിരുന്നുകൊണ്ട് മരച്ചുവട്ടിലിരുന്നു കൊണ്ട് ചുംബിക്കുകയാണ്, ബീച്ച് റോഡുകളിലിരുന്നു കൊണ്ട് ചുംബിക്കുകയാണ്, ജനങ്ങൾ പൊതുവായി സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ പോലും ചുംബിക്കുകയാ. നോക്കുന്നവരോട് തിരിഞ്ഞു നിന്നോ എന്ന അർത്ഥത്തിൽ ഒരു മടിയില്ലാതെ ഉളുപ്പില്ലാതെ ചുംബനം നടത്തുന്ന കാലഘട്ടം കാണാതെ ലാ തഖൂമുസ്സാഅ, ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇന്ന് നമ്മൾ കാണുകയല്ലേ. 21ാം നൂറ്റാണ്ടിന്റെ ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ പോലും നമ്മൾ ദർശിക്കുകയല്ലേ, ദർശിക്കുകയല്ലേ. അതുകൊണ്ട് മുസ്ലിമേ, മുസ്ലിമത്തേ, അല്ലാഹുവിന്റെ റസൂല് വീണ്ടും പറയുകയാണ്, വല്ലദാനി തസ്നിയാൻ, 2 കൈകൾ വിചരിക്കുന്നുണ്ട് സാബ. ഫസിനാഹുമാ അൽബത്ഷൂ, ബസ്സിലിരിക്കുന്ന പെണ്ണിൻ്റെതാകുന്ന പിൻഭാഗങ്ങളിൽ സ്പർശനം നടത്താൻ നിന്റെ കൈ ഒരുമ്പിടുന്നുണ്ടോ, താല്പര്യം വെക്കുന്നുണ്ടോ? അത് കൈയുടെ വ്യഭിചാരമാണ്. ഹബീബുനാ റസൂലുള്ളാഹി. പാർക്കിലാകട്ടെ, മാളിലാകട്ടെ, ബീച്ചുകളിലാകട്ടെ, വനത്തിനുള്ളിൽ വെച്ചാകട്ടെ, എവിടെ വെച്ചുകൊണ്ടായിരുന്നാലും അന്യ പെണ്ണിലേക്കോ അന്യ പുരുഷനിലേക്കോ നിന്റെ കൈയൊന്ന് കൊണ്ടുപോയിട്ടുണ്ടോ? അത് കൈയുടെ വ്യഭിചാരമാണ്. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് സമൂഹത്തിൽ നടക്കല്ലേ അത്? നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എത്രയാണ് അധികരിച്ചിട്ടുള്ളത്, എത്രയാണ് അധികരിച്ചത്? നഊദു ബില്ലാഹ്. കാണുകയല്ലേ, നമ്മൾ നഗ്നനേത്രങ്ങൾ കണ്ടു കാണുകയാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് നമ്മൾ ദൈനംദിനം കാണുകയാണ്. ബസ്സിലും ട്രെയിനിലും ഒക്കെ നടക്കുന്നതും ഒക്കെ ലൈംഗികമാകുന്ന അരാജകത്വം. നഊദു ബില്ലാഹ്. അല്ലാഹു ആക്കട്ടെ, അല്ലാഹു ആക്കട്ടെ.
3 വയസ്സുള്ളതാകുന്ന പെൺകുട്ടികളോട് പോലും കാമവെറി കൊണ്ടുന്നതാകുന്ന ഒരവസ്ഥ ഈ കേരളത്തിലെത്തിയെങ്കിൽ നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. കൊച്ചു പൈതലിനെ പോലും വെറുതെ വിടാത്ത അവസ്ഥ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. കൊച്ചു കുട്ടികളോട് പോലും കാമവെറി കൊണ്ടുന്നതാകുന്ന സമൂഹം. എന്താണ് അവസ്ഥ? നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ദുനിയാവിൽ നിന്ന് നീ ഇവിടെ പറഞ്ഞ് നാളെ മഹ്ശറയിലേക്ക് കടന്നു ചെല്ലുമ്പോ അന്യ പെണ്ണിന്റെ ശരീരത്തിലെങ്ങാണം ഈ ദുനിയാവിൽ വെച്ച് നിന്റെ കൈയൊന്ന് അമർന്നു പോയിട്ടുണ്ടെങ്കിൽ, നീ നിന്റെ കരതമലമൊന്ന് അമർത്തിയിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്തോണം ഈ സദസ്സിൽ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. തൗബ ചെയ്തോ, ഈ സമയത്ത് തൗബ ചെയ്താൽ സ്വീകരിക്കും, ഉറപ്പാണ്. നല്ല മാസം, നല്ല ദിവസം, നല്ല സമയം, നല്ല സന്ദർഭം. അള്ളാഹു തൗബ സ്വീകരിക്കട്ടെ. ഹറാമായ കാഴ്ച നമ്മൾ കണ്ടുപോയിട്ടുണ്ട്, മോശമായ രീതിയിൽ നിന്റെ കണ്ണ് കൊണ്ടുപോയിട്ടുണ്ടാകും, ഉറപ്പാണ്. കുല്ലുബിനി ആദമ ഖത്താഉൻ, ആദം സന്തതികളൊക്കെ തെറ്റുകാരാണ്, തെറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അള്ളാഹുവിലേക്ക് ഏറ്റു പറയാനുള്ളതാകുന്ന തൗബ ചെയ്യാനുള്ള ഒരു മനസ്സാണ് നിനക്കുണ്ടാകേണ്ടത്. അതില്ലാതെ പോകാൻ പാടില്ല. നാളെ ആകട്ടെ, മറ്റന്നാളാകട്ടെ എന്ന് പറഞ്ഞ് നീ പിന്തിപ്പിക്കരുത്. തൗബ പിന്തിപ്പിക്കണ്ട, എത്രയും വേഗം തൗബ ചെയ്യാം, എങ്കിലും നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കും. തൗബ ചെയ്തെങ്കിലേ രക്ഷപ്പെടുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടല്ലേ എല്ലാ വർഷവും ഉസ്താദുമാരെന്ത് ചെയ്യും? അവരിങ്ങനെ തൗബ പ്രേരിപ്പിക്കും. പ്രത്യേകിച്ച് റമദാനിൽ തൗബ പ്രേരിപ്പിക്കും. 27 രാവിലെ തൗബ ചെയ്യിപ്പിക്കും, നമ്മളെ കൊണ്ട് ഏറ്റു പറയിപ്പിക്കും. എന്നിട്ടാണ് നമ്മളെ വിടുക. കാരണം എന്താ? വലിയൊരു വിഷയം തന്നെയാണ്. തൗബ ചെയ്യേ പറ്റൂ, തൗബ ചെയ്തേ പറ്റൂ. നമ്മൾ ഇന്ന് ചെയ്യാൻ നാളെ ചെയ്യാന്ന് പറഞ്ഞ് വിട്ടുപോകാൻ പാടില്ല. തൗബ എന്ന് പറഞ്ഞാൽ എന്താ? ഖേദമാണ്. അല്ലാഹു, ഞാൻ തെറ്റ് ചെയ്തു പോയി എന്നുള്ളൊരു ഖേദം നിന്റെ മനസ്സിൽ ആദ്യം ഉണ്ടാവുക. അത്തൗബത്തു അന്നദം. തൗബ എന്ന് പറഞ്ഞാൽ ഖേദമാണ്, ദുഃഖമുണ്ടാവുക. ഉത്ലുബ മതാബം ബിന്നദാമതി മുഖ്ലിആ വബിഅസ്മി തർകി ദംബി ഫീമാ ഇസ്തഖ്ബലാ وبراءة من كل حق الآدمي ولهذه الأركان فرعا وكملا. തൗബയുടെ നിബന്ധനകൾ 4 ഉലമാക്കൾ ചേർത്ത് വച്ചിരിക്കുകയാണ്, ഒതുക്കിയിരിക്കുകയാണ്. ആദ്യമായി വേണ്ടുന്നത് നിനക്ക് ഖേദമാണ്, ഖേദമാണ്. രണ്ടാമത്തത്, നീ ഏതൊരു തെറ്റാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ തെറ്റിൽ നിന്ന് പരിപൂർണമായി ഒഴിയലാണ്. മൂന്നാമത്തത്, ഇനി ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യുകയില്ല എന്ന് നീ ദൃഢനിശ്ചയം ചെയ്യലാണ്. 1 ഖേദം, 2 ആ ഏത് തെറ്റാണോ, വ്യഭിചാരമാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് ഞാൻ ഒഴിയുക, ഇനി ഒരിക്കലും വ്യഭിചരിക്കാതിരിക്കുക. മൂന്നാമത്തത്, ഇനി ഞാൻ ആ തെറ്റിലേക്ക് പോകുകയില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയം തൗബ ചെയ്യുമ്പോഴേ ഉണ്ടാവുക. അതാണ് മൂന്നാമത്തത്. നാലാമത്തത് സൃഷ്ടികളോടുള്ളതാണ്. സൃഷ്ടികളോടുള്ള എന്തെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ അത് അവരെ കണ്ടുകൊണ്ട് പൊരുത്തപ്പെടിക്കേണ്ടതാണ് എങ്കിൽ അത് പൊരുത്തപ്പെടിക്കുക. സാമ്പത്തികമാണെങ്കിൽ അങ്ങനെ, അതല്ല ശാരീരികമായി അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ അവരെ കണ്ടുകൊണ്ട് നേരിട്ട് പൊരുത്തപ്പെടിക്കുക. ഇതാണ് പരിശുദ്ധ ശരീഅത്ത് പഠിപ്പിച്ചിട്ടുള്ളതാകുന്ന തൗബയുടെ നിബന്ധന. ഞാൻ പറഞ്ഞത് എന്തിനാണ്? ഇത് വെച്ചുകൊണ്ട് നമ്മൾ തൗബ ചെയ്യണം. തെറ്റ് ചെയ്യാത്തവരുണ്ടാവൂല, അശ്ലീലതകൾ കണ്ണ് നിറച്ചവരായിരിക്കാം നമ്മൾ. നഊദു ബില്ലാഹ്, അല്ലാഹു ആക്കട്ടെ. ഈ ദുനിയാവിൽ അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് നിന്റെ കൈ സ്പർശനം നടത്തിയിട്ടുണ്ട് എങ്കിൽ, ഹറാമായ തരത്തിലേക്ക് നീ കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ, നാളെ മഹ്ശറയിലേക്ക് വരുമ്പോ നിന്റെ 2 കൈകളെയും ചങ്ങല കൊണ്ട് കഴുത്തിൽ പെരടിയിൽ ബന്ധിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു കാക്കട്ടെ. ഇന്ന് നീ ദുനിയാ വെച്ച് പറയാം, നമ്മളൊന്നും ആരെയും പിടിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നവർ നാളെ മഹ്ശറ വരുമ്പോൾ കൈ കാണുന്നില്ല. ആജിയാരെ കൈ എവിടെ? ആജിയാരെ അത് കൈ ഇരിക്കുന്നു, പെരടിയിലിരിപ്പുണ്ട്, പെരടി ചങ്ങല വെച്ച് ബന്ധിച്ചിരിക്കുക. ആജിയാരെന്തായിരുന്നു പരിപാടി? ചെറിയ പിടുത്തം ഉണ്ടായിരുന്നു. ദാ പിടിച്ചോ, ദാ പരിപാടി. അതുകൊണ്ട് ദുനിയാവിൽ തൗബ ചെയ്തോളി. എന്നാ അള്ളാഹു അതങ്ങ് മാറ്റും. അള്ളാഹു സ്വീകരിക്കട്ടെ.